ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ എക്സാം ആയിരുന്നു, പിന്നീട് വെക്കേഷനായി. ഇനി സ്കൂൾ തുറക്കാൻ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സുകൾ കുറച്ച് ഡിലേ ആയത്. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലാസ് 8ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ ചാപ്റ്ററായ അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് പേജ് നമ്പർ 141 പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനും പേജ് നമ്പർ 138 ആക്ടിവിറ്റീസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ് കാണുക. പിന്നെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. 141 പേജിലത്തെ ഒന്നാമത്തെ പ്രവർത്തനം ഇങ്ങനെയാണ്. ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:3 ടു മേക്ക് എ ലിക്വിഡ്. ഓൺ ആഡിങ് 10 more liters of acid, the ratio changed to 3:1. How many liters of acid and water does the liquid contains now? അതായത് ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത്? ആസിഡും വെള്ളവും. എത്രയാ എടുക്കുന്ന റേഷ്യോ? 4:3 എന്ന് വെച്ചാൽ 4 കപ്പ് ആസിഡ് എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം മാത്രമാണ് എടുക്കുന്നത്. അതാണ് സിംപ്ലി അതിൻ്റെ മീനിങ്. പിന്നെ എന്ത് ചെയ്തു? ഓൺ ആഡിങ് 10 more liters ഓഫ് ആസിഡ്, അതിനകത്തേക്ക് ആദ്യം നമ്മളെടുത്തത് 4 കപ്പ് ആസിഡും 3 കപ്പ് വെള്ളവും. അതിലേക്ക് എന്ത് ചെയ്യുന്നു? 10 ലിറ്റർ കൂടി ആസിഡ് കൂട്ടിച്ചേർക്കുന്നു. അപ്പം എന്ത് സംഭവിച്ചു? ആ റേഷ്യോ അങ്ങ് മാറി. അത് എത്രയാണ് മാറിയത്? 3:1 എന്നായി മാറി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഡസ് ദ ലിക്വിഡ് കണ്ടെയ്ൻസ് നൗ? ഇപ്പോൾ ആ ലിക്വിഡിൻ്റെ അകത്ത് എത്ര ആസിഡ് ഉണ്ട്, എത്ര വെള്ളമുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ആസിഡും വെള്ളവും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, അംശബലം തന്നിട്ടുണ്ട്. 4:3 ആണ്. അപ്പോൾ നോക്കാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആസിഡും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 4:3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ 4-3 സൂചിപ്പിക്കുന്നത് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആസിഡിന്റെ അളവല്ല, അതുപോലെ വെള്ളത്തിന്റെ അളവല്ല. If we multiply a number with the 4 and 3, we will get the correct measure of acid and water. അല്ലേ? ഇതിനോട് നമ്മൾ ഒരു നിശ്ചിത സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ ലിക്വിഡിൽ അടങ്ങിയിട്ടുള്ള ആസിഡിന്റെയും വെള്ളത്തിന്റെയും അളവ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന നമ്പർ ഈ 2 നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഗുണിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആസിഡിന്റെയും വെള്ളത്തിന്റെ അളവ് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആസിഡിന്റെ അളവിനെ, ആസിഡ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതുന്നു? അതായത് 4ന്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ യഥാർത്ഥത്തിൽ ഇതിലുള്ള ആസിഡിന്റെ അളവ് കിട്ടും. അതുപോലെ സെയിം എക്സ് 3ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളത്തിന്റെ അളവ് നമുക്ക് കിട്ടും. അപ്പോൾ ആസിഡ് 4x ആണ്, വാട്ടർ 3x ആണ് എന്നെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തത്? 10 ലിറ്റർ ആസിഡ് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇപ്പോഴുള്ള ആസിഡ് എത്രയാണ്? 4x ആണല്ലോ. 4x ലിറ്റർ ആസിഡാണ് ഇപ്പോഴുള്ളത്. അതിനോടൊപ്പം 10 ലിറ്റർ കൂടി കൂട്ടിച്ചേർത്തു. പക്ഷേ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, വെള്ളം അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ കിട്ടിയ അംശബന്ധം അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ, അതായത് 10 ലിറ്റർ കൂട്ടിച്ചേർത്തപ്പോൾ ആസിഡ് 4x+10 ആയി. 3x വെള്ളത്തെ ഒന്നും കൂട്ടിച്ചേർത്തില്ല വെള്ളത്തിന്റെ കൂടെ, അപ്പൊ 3x അതുപോലെ തന്നെ. ഇപ്പോൾ ഉള്ള ആസിഡിന്റെയും വെള്ളത്തിന്റെ അംശബന്ധം 4x+10:3x. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? കൂട്ടിച്ചേർത്തപ്പോൾ കിട്ടിയത് റേഷ്യോ എത്രയാ? 3:1 ആണ്. അത് 3:1 ഈക്വൽ ആണ്. എല്ലാവർക്കും ഈ ഒരു സ്റ്റെപ്പ് ആയിരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആയി വരിക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എടുത്തത് ആസിഡ് എന്ന് പറയുന്നത് 4x വാട്ടർ 3x ആയിട്ട് എടുത്തു. ആസിഡ് എത്ര കൂട്ടിച്ചേർത്തത്? 10 ലിറ്റർ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ 4x+10 എന്ന് എഴുതി. വെള്ളത്തിന് ഒരു മാറ്റവും വരുത്തില്ല, വെള്ളം ഒന്നും കൂട്ടിച്ചേർത്തില്ല. വെള്ളം ആദ്യമേ ഉണ്ടായ വെള്ളം തന്നെയാണ്. അത്രയാണ് 3x തന്നെ. പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ പുതിയൊരു അംശബന്ധം കിട്ടുമല്ലോ. ആ അംശബന്ധം ആർക്ക് തുല്യമാണ്? 3:1 തുല്യമാണ്. അപ്പോൾ ഈക്വൽ ടു 3:1 എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം നോക്കൂ. നമുക്കറിയാം, 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മറ്റൊരു സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധത്തിന് തുല്യമാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് 4x+10 ഈ റേഷ്യോ, ഈ അംശബന്ധത്തെ മാറ്റിയിട്ട് ബൈ എന്ന് എഴുതാലോ.
അതിനെ 3x എന്ന് എഴുതി. അതുപോലെ 3:1 3/1 എന്നും എഴുതി. അപ്പോൾ എന്താ കിട്ടുന്ന നോക്കിയേ, 4x + 10/3x. 3/1 എന്ന് വെച്ചാൽ എന്താ, 3 തന്നെയാണ് അല്ലേ. അപ്പോൾ 4x + 10/3x = 3 തന്നെ എഴുതി. 3/1 is 3 itself. ഒന്നിന് ഏത് നമ്പറിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ 3 തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, 4x + 10 അവിടെ വെച്ചു. /3x ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടത്തേക്ക് എടുക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും, /3x × 3x ആകും അല്ലേ. അതായത് 3 × 3x എന്ന് വരും. That is equal to 4x + 10 equals 3 × 3. 3 3s are 9 അല്ലേ. അതിനിവിടെ x 3 3x is equal to 9x എന്ന് വരും. 4x + 10 equals 9x ആണല്ലോ വന്നത്. ഇനി x ഉള്ളതിനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരണം, x ഇല്ലാത്തതിനെ മറുഭാഗത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ആരൊക്കെ x ഉള്ള ടേംസ്, ഈ സൈഡിൽ ഒരു 4x ഉണ്ട്, അവിടെ 9x ഉണ്ട്. അതെല്ലാം നമുക്ക് ഒരു സൈഡ് കൊണ്ടുപോകാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 9x ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ 4x അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ, അതായത് ഏതാണ് ചെറിയ ക്വാണ്ടിറ്റി അതിനെ നമുക്ക് വലുതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ 9x 4x കമ്പയർ ചെയ്താൽ വിച്ച് ഇസ് ബിഗ്, 9x ആണല്ലോ. അപ്പോൾ 9xന്റെ അടുത്തേക്ക് 4x കൊണ്ടുപോയി കഴിഞ്ഞാൽ 4x എന്ന് പറയുന്നത് +4x ആണ്. അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -4x ആയി മാറും. ഇവിടെ ആര് മാത്രമുണ്ട്, 10 ഉണ്ട്. 9x - 4x എന്നായി മാറും. അപ്പോൾ 9xന്റെ അകത്ത് 4x മൈനസ് ചെയ്താൽ എത്രയാ, 9ന്റെ അകത്ത് 4 മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു x ഇട്ട് കൊടുത്താൽ മതി. 9ന്റെ അകത്ത് 4 കുറച്ചാൽ 5 അല്ലേ. അപ്പോൾ 5x എന്ന് വരും. x കുറച്ച് 0 ഒന്നും എഴുതാൻ പാടില്ല. 9x നിന്ന് 4x കുറച്ചാൽ 5x ആണ്. ഓക്കെ, അപ്പം = 10. ഇങ്ങനെ നമുക്ക് എഴുതാം. 5x = 10 = 5x എന്ന് എഴുതാം. 5x = 10 എന്നും എഴുതാം. ഇനി 5xന്റെ മീനിങ് എന്താ, 5 × x ആണ് ആക്ച്വലി 5x. ഇനി എക്സിനെ മാത്രം നമുക്ക് അവിടെ വെക്കാം. സോ ഈ × 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും, /5 ആയി മാറും. അപ്പോൾ 10 / 5 = 10/5 എത്രയാ, നമുക്കറിയാം 10/5 is 2. അപ്പോൾ x = 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. എക്സേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആസിഡും വാട്ടറും എത്രയാണെന്ന് കാണണമല്ലോ. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, തൽക്കാലം ഞാൻ ഇവിടെ എഴുതുവാണേ. ആസിഡ് നമ്മൾ എടുത്തത് എത്ര ലിറ്റർ ആണ്, 4x ആണല്ലോ ആദ്യം എടുത്തത്. അപ്പോൾ 4 × x എന്ന് വെച്ചാൽ 4 × 2 അല്ലേ. ഇവിടെ എത്ര എക്സിന്റെ വാല്യൂ 2 ആണല്ലോ. 4 × 2 = 8. ഇനി വാട്ടർ എത്രയാന്ന് നോക്കിയട്ടെ. വാട്ടർ = 3x ആണല്ലോ. അപ്പോൾ 3 × x എന്ന് വെച്ചാൽ 3 × 2. 3 2s are 6. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കുക. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ, how many liters of acid and water does the liquid contains now? നമ്മൾ നേരത്തെ പറഞ്ഞു 10 ലിറ്റർ കൂടി ആസിഡ് കൂട്ടി ചേർത്തിരുന്നു രണ്ടാമത് അല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടായത് 8 ലിറ്റർ ആയിരുന്നു. 10 ലിറ്ററും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഉള്ള ആസിഡ് എത്രയായിരിക്കും, അതിനോടുകൂടി 10 കൂട്ടിയാൽ മതിയല്ലോ. ആദ്യം 8 ലിറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനോട് 10 കൂടി കൂട്ടിയാൽ എത്രയാകും, 18 ആവുമല്ലോ. അപ്പോൾ acid is equal to, അതായത് now the acid is equal to അല്ലെങ്കിൽ adding 10 liters അങ്ങനെ എഴുതാം, അതാണ് നല്ലത് അല്ലേ. adding 10 more liters, adding 10 liters of acid, then quantity of acid is 10 പ്ലസ് നേരത്തെ ഉണ്ടായ 18. ഓക്കെ, അപ്പോൾ 18 ലിറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ആസിഡിൻ്റെ ഇപ്പോഴുള്ള അളവ്. നേരത്തെ ഉണ്ടായത് 8 ആയിരുന്നു, അപ്പോൾ ഇപ്പോൾ 18 ആയി മാറി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. അതിനുശേഷം പിന്നെ കാണാതെ ഒന്ന് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാനിത് റബ്ബ് ചെയ്ത ശേഷം രണ്ടാമത്തെ ചോദ്യം എഴുതാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 angles are in the ratio 1:2
On increasing the smaller angles by 6 degree and decreasing the larger angle by 6 degree, the ratio changed to 2:3. What were the original angles? രണ്ട് കോണുകൾ, 2 angles are in the ratio, രണ്ട് കോണുകൾ, അതിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൺ 10 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് 20 ആയിരിക്കും അല്ലേ? 1:3 എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഒന്ന് 1 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് മറ്റേത്. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യുന്നു? ഓൺ ഇൻക്രീസിങ് സ്മോളർ ആംഗിൾ, ചെറിയ കോൺ അളവിനെ എന്ത് ചെയ്യുന്നു? 6 ഡിഗ്രി കൂട്ടുന്നു അല്ലെ? ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്, ഇൻക്രീസിങ് ദ സ്മോളർ ആംഗിൾ. പിന്നെ വലിയ ആംഗിൾ എന്ത് ചെയ്യുന്നു? ഡിക്രീസിങ് ദ ലാർജർ ബൈ 6 ഡിഗ്രി. ചെറിയ കോണാണെങ്കിൽ അതിനെ, വലിയ കോണിനെ 6 ഡിഗ്രി കുറക്കുന്നു. അപ്പോഴെന്ത് സംഭവിച്ചു? ദ റേഷ്യോ ചേഞ്ച് ടു 2:3. ആ അംശബന്ധം നേരത്തെ ഉണ്ടായത് 1:2 ആണ്. ഇപ്പൊ എത്രയായി? 2:3 എന്നായിട്ട് മാറി. വാട്ട് വേർ ദ ഒറിജിനൽ ആംഗിൾസ്? ഒറിജിനൽ ആംഗിൾസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ആംഗിൾസ് 1:3 ആണ്. അതായത് സ്മോൾ ആംഗിൾ ഈസ് ടു ബിഗ് ആംഗിൾ. സ്മോൾ ഈസ് ടു ബിഗ് ആണ് 1:3 എന്ന് തന്നത്. സ്മോൾ ആംഗിൾ എഴുതാം അല്ലേ? ചെറിയ കോൺ വലിയ കോൺ മലയാളത്തിൽ വേണം. മലയാളത്തിൽ എഴുതണോ അതോ ഇംഗ്ലീഷിൽ എഴുതണോ? അതായത് ചെറിയ കോൺ ഈസ് ടു വലിയ കോൺ, അങ്ങനെയാണ് വരിക. ചെറിയ കോണിന്റെ ചെറിയ കോണും ചെറിയ കോൺ ഈസ് ടു വലിയ കോൺ ഈക്വൽ ടു 1:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, അംശബന്ധം തന്നു കഴിഞ്ഞാൽ യഥാർത്ഥ അളവുകൾ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ കറക്റ്റ് മെഷർ ഓഫ് ദാറ്റ് ആംഗിൾ. അപ്പോൾ നോക്ക്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ചെറിയ കോണിൻ്റെ അളവിനെ അല്ലെങ്കിൽ സ്മോളർ ആംഗിൾ ആയിട്ട് 1x എന്ന് എടുക്കുന്നു. അതുപോലെ വലിയ കോണായിട്ട് വലിയ കോൺ ഇസ് ഈക്വൽ ടു 2x എന്നും എടുക്കുന്നു. ഓക്കെ, ഒന്നാമത്തേത് 1x-ഉം അടുത്തത് 2x-ഉം. ഇനി എന്ത് ചെയ്യുന്നു നോക്കിയട്ടെ. ഓൺ ഇൻക്രീസിങ് സ്മോളർ ആംഗിൾ ബൈ 6 ഡിഗ്രി. ഇൻക്രീസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ആരുടെ കൂടെ കൂട്ടണം? ചെറിയ കോണിന്റെ കൂടെ 6 ഡിഗ്രി കൂട്ടണം. അപ്പൊ ചെറിയ കോണാണ് 1x, അല്ലെങ്കിൽ 1x എന്ന് പറഞ്ഞത് x എന്ന് നമുക്ക് എഴുതാം. അപ്പം അതിനോട് x 6 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി മാറി? x+6 ആയല്ലോ. വലിയ കോൺ എന്താ ചെയ്യുന്നത്? കൂട്ടുവാണോ ചെയ്തത്? അല്ല, വലിയ കോൺ ഡിക്രീസ് ചെയ്യിച്ചു, 6 ഡിഗ്രി കുറച്ചു. അപ്പോൾ 2x-ൽ നിന്ന് 6 ഡിഗ്രി കുറച്ചു. അപ്പോൾ ഒന്ന് കൂട്ടി മറ്റൊന്ന് കുറച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായ റേഷ്യോ ആണോ? അല്ല, ആ റേഷ്യോ മാറി. ആ റേഷ്യോ എന്തായി മാറി? ഒരു ചെറിയ ആംഗിളിന്റെ കൂടെ 6 ഡിഗ്രി കൂട്ടിയും വലിയ ആംഗിളിനോട് പിന്നെ വലിയ ആംഗിളിൽ നിന്ന് 6 ഡിഗ്രി കുറക്കുകയും ചെയ്തപ്പോൾ കിട്ടുന്ന പുതിയ റേഷ്യോ ഏതിന് ഈക്വൽ ആണ്? 2:3 ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:3. ഇപ്പൊ ജസ്റ്റ് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു, 2 എന്ന് തന്നു കഴിഞ്ഞാൽ 2-നെ നമുക്ക് ബൈ ആക്കിയിട്ട് എഴുതാമല്ലോ അംശബന്ധത്തെ. അതായത് x+6 ഡിവൈഡഡ് ബൈ 2x-6. അതായത് ഇവിടുത്തെ 2 മാറ്റിയിട്ട് ബൈ ആക്കി, ഇവിടെയും 2 മാറ്റിയിട്ട് ബൈ ആക്കുന്നു. 2/3 എന്ന് എഴുതി. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കൂ, ഈക്വൽ സൈനിന്റെ അപ്പുറം ഇപ്പുറമുള്ള ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് x+6-ലൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം, 2x-6-ലൂടെ 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനങ്ങോട്ടും ഇതിനിങ്ങോട്ടും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ x+6 will be multiplied with 3 and 2 will be multiplied to 2x-6. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി 2 ഇൻറ്റു അവിടെ ഇൻറ്റു ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഒരു ബ്രാക്കറ്റിന് പുറത്ത് ഏതെങ്കിലും നമ്പർ ഇട്ടാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് വി ഷുഡ് മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് നമ്പർ. അപ്പോൾ x+6 ഇൻറ്റു 3 ആണ് ഇവിടെ എഴുതിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പറിൻ്റെ കൂടെ ഈ പുറമേ ഒരു 3 കണ്ടു കഴിഞ്ഞാൽ എന്ത് മീൻ ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ നമ്പേഴ്സിനെയും പുറത്തുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6-നെയും മൾട്ടിപ്ലൈ ചെയ്യണം. x ഇൻറ്റു 3 എന്തായി മാറും? 3x എന്നാണ് എഴുതുക. x3 എന്ന് എഴുതരുത്, 3x എന്ന് എഴുതണം.
പ്ലസ് 6ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 6 3s are 18 എന്ന് വരും. ഇനി ഈ ഈക്വൽ സൈൻ അതുപോലെ ഇടും. 2 പുറത്തുണ്ടല്ലോ, 2 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പേഴ്സിനെയും ഓരോന്റെയും ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2ഉം 2xും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും? 2 into 2x is equal to 4x എന്നായി മാറും. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ആണ്. ആ മൈനസ് അതുപോലെ ഇട്ടു. 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 6 12 എന്നും വരും. ഇനി എന്താ നോക്കിയേ, 3x plus 6 18ഉം 4x minus 12 ആണ്. ജസ്റ്റ് മുന്നേ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിൽ വെക്കണം, എക്സ് ഇല്ലാത്ത ടേംസ് അഥവാ നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിൽ വരണം. ഇവിടെ ആരൊക്കെയാണ് എക്സ് വരുന്ന ടേംസ്? ഹിയർ ഇറ്റ് ഈസ് 3x ആൻഡ് ദർ 4x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3xനെ 4xനെ ഒരു സൈഡിൽ കൊണ്ടുപോകണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതാണോ വലിയത് അതിൻ്റെ അടുത്തേക്കാണ് ചെറുതിനെ കൊണ്ടുപോകേണ്ടത്. 4x അവിടെയല്ലേ നിൽക്കുന്നത്, 3x നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാമല്ലോ. പിന്നെ അതുപോലെ 12നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇനി എന്ത് ചെയ്ത് നോക്കിയട്ടെ, ഈ 4x അവിടെ ഉണ്ട്, ഇവിടുന്ന് 3x അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? ഒരു -3x ആയി മാറും. ഓക്കെ, ഇവിടെ ആരുണ്ട്? 18 ഉണ്ടല്ലോ. ഇവിടുത്തെ -12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? -12 ആണ്. അപ്പൊ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും, +12 ആയിട്ട് മാറും. ഇനി 18 + 12 എത്രയാ? നമുക്കറിയാം 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇനി 4x - 3x എത്രയാ? 1x അല്ലെങ്കിൽ x എന്ന് എഴുതാം. 4xൽ നിന്ന് 3x മൈനസ് ചെയ്താൽ 1x ബാക്കിയുണ്ട്. 1x അല്ലെങ്കിൽ x എന്ന് എഴുതിയാൽ മതി. അപ്പൊ x is equal to 30 കിട്ടിയില്ലേ? 30 = x പറഞ്ഞാലും x is equal to 30 തന്നാലും ഒന്ന് തന്നെ. എക്സിന്റെ വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആക്ച്വലി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾസ് ആണല്ലോ കാണേണ്ടത്. അപ്പൊ ചെറിയ കോൺ എത്രയാണ്? ചെറിയ കോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തത് 1x എന്നാണ് അല്ലെ, വെറും x, അതായത് 30. ഇനിയോ വലിയ കോൺ എത്രയാണ്? വലിയ കോൺ എന്ന് പറയുന്നത് നേരത്തെ എടുത്തത് എന്തായിരുന്നു? വലിയ കോണ് 2x ആണല്ലോ. അപ്പൊ 2x മീൻസ് 2 into 30. 2 30s are എത്രയാ? 60. അപ്പൊ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആയിരുന്നു ആദ്യം ഉണ്ടായത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നിന്റെ കൂടെ, അതായത് ചെറിയ ആംഗിളിന്റെ കൂടെ 6 കൂട്ടി, വലുതിൽ നിന്ന് 6 മൈനസ് ചെയ്തു. അപ്പൊ എന്തായി വരും നോക്കിയേ, അതായത് ആഫ്റ്റർ, അതായത് 6 ഡിഗ്രി ചെറുതിന്റെ കൂടെ കൂട്ടുക ചെയ്തു അല്ലെ. 6 ഡിഗ്രി കൂട്ടിയപ്പോൾ ചെറിയ കോൺ എത്രയും മാറും? 6 ഡിഗ്രി കൂട്ടുമ്പോൾ ആദ്യം ഉണ്ടായ ചെറിയ കോൺ 30 ആണ്. അപ്പൊ 36 ആയില്ലേ? ഇനി 6 ഡിഗ്രി കുറച്ചപ്പോൾ വലിയ കോൺ എത്രയായി? 6 ഡിഗ്രി കുറച്ചപ്പോൾ വലിയ കോൺ, വലിയതിൽ നിന്ന് 6 ഡിഗ്രി കുറക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പം 60ൽ നിന്ന് 6 കുറക്കണം, എത്ര വരും? 54 ഡിഗ്രി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കോണളവുകൾ കിട്ടി, 36 ഡിഗ്രിയും 54 ഡിഗ്രിയും. ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഇത് മനസ്സിലാവാത്തവർ ദയവ് ചെയ്ത് വീണ്ടും ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. മനസ്സിലായ ശേഷം ഇത് കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത പ്രോബ്ലം നോക്കൂ. ചോദ്യം മൂന്നാമത്തേത് ഇങ്ങനെയാണ്: ദ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഇൻ ദ റേഷ്യോ 4:5. ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ബി ഇൻക്രീസ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ? നമുക്ക് ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം, അതിനുശേഷം രണ്ടാമത്തേലേക്ക് കടക്കാം. അതായത് ഒരു റെക്ടാംഗിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് 4:5. നമുക്കറിയാം റെക്ടാംഗിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? ഒന്നതിന്റെ ലെങ്ത് ആണ്, മറ്റൊന്നതിന്റെ ബ്രെഡ്ത്ത് ആണ്. നിങ്ങൾക്കറിയാം ലെങ്ത് ആയിരിക്കും എപ്പോഴും വലിയത്, ബ്രെഡ്ത്ത് ആയിരിക്കും ചെറിയത്. അപ്പം ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് എത്രയാണ് തന്നിട്ടുണ്ട്? 4:5. അതായത് ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ഇസ് ഈക്വൽ ടു 4:5 ഈസ് ഗിവൺ. ആക്ച്വലി ബ്രെഡ്ത്ത് ആണോ ഈ 4, അല്ലെങ്കിൽ ആക്ച്വലി ലെങ്ത് ആണോ ഈ 5? അല്ല. അപ്പൊ അതിന്റെ ആക്ച്വൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എക്സ് എന്ന് പറയുന്ന നമ്പർ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ശരിക്കുള്ള മെഷർ കിട്ടാൻ? 4ന്റെയും 5ന്റെയും കൂടെ ഒരു എക്സ് എന്ന് പറയുന്ന സെയിം ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ആക്ച്വൽ മെഷർ കിട്ടുള്ളൂ. അപ്പൊ ബി എന്ന് പറയുന്നത്, അതായത് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 4x എന്ന് എടുക്കുന്നു, ലെങ്ത് ഇസ് ഈക്വൽ ടു 5x എന്നും ഞാൻ എടുക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന
ലെങ്ത് ഇതിൻ്റെ ബ്രെഡ്ത്ത് 4x-ഉം 5x ആണ് യഥാർത്ഥത്തിൽ. ഓക്കെ, അതിൻ്റെ റേഷ്യോ ആണ് 4:5. ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ, ഇതിൻ്റെ ബ്രെഡ്ത്ത് കൂട്ടണം. അതിന് എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ആക്കി മാറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സ്ക്വയർ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ലെങ്ത് 5x ആണല്ലോ. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആകുമ്പോഴല്ലേ അതൊരു സ്ക്വയർ ആകുന്നത്. അതായത് ഇപ്പോഴുള്ള ഈ 4x-നെ നമുക്ക് 5x ആക്കി മാറ്റണം. അപ്പൊ 5x ആയിട്ട് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ആ 4x-നെ കൂടെ കൂട്ടേണ്ടി വരുമല്ലോ. ആ 4x-നെ കൂടെ കൂട്ടുന്നത് ഈ 4x-ന്റെ എത്ര ഭാഗമായിരിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. ആ 4x-ന്റെ ഒരു k ഭാഗമാണ് ഈ 4x-നോട് തന്നെ കൂടെ കൂട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ k എന്ന് പറയുന്നത്, അതായത് k പോർഷൻ ഓഫ് 4x is adding with the breadth. Okay, portion of 4x added is equal to k portion of 4x. അപ്പോൾ പുതിയ ബ്രെഡ്ത്ത് എന്തായി മാറും, ന്യൂ ബ്രെഡ്ത്ത് is equal to ന്യൂ ബ്രെഡ്ത്ത്. ന്യൂ ബ്രെഡ്ത്ത് is equal to ആദ്യം ഉണ്ടായ ബ്രെഡ്ത്ത് 4x ആയിരുന്നു. അതിൻ്റെ കൂടെ 4x-ന്റെ k പോർഷൻ ആഡ് ചെയ്യുക വെച്ചാൽ k ഇൻറ്റു 4x നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കിയേ, അതായത് ഈ പിന്നെ വീതിയുടെ കൂടെ വീതിയുടെ തന്നെ k ഭാഗം കൂട്ടിച്ചേർത്തു എന്നായി മാറി. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ അതെന്തായി മാറുള്ളൂ, 5x-ന് അല്ലെങ്കിൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ നീളത്തിന് ഈക്വൽ ആയിരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 4x-നോട് കൂടി അതിന്റെ k ഭാഗം കൂട്ടിച്ചേർക്കുക പറയുമ്പോൾ ഇതിന്റെ അകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ പ്ലസ് സൈനിന്റെ അപ്പുറം ഇപ്പുറം 4x കോമൺ അല്ലേ. 4x-നെ ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. 4x പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടുന്ന് 4x പോയി കഴിഞ്ഞാൽ പ്ലസ് സൈനിന്റെ ഇപ്പുറത്ത് ആരാ ഉള്ളത്, ഒന്ന്. നിങ്ങൾക്ക് ഒന്നില്ലാന്ന് വെച്ചാൽ അവിടെ 0 അല്ല എഴുതേണ്ടത്, 1 ആണ് ഉണ്ടാവുക. ഇവിടുന്ന് 4x പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും, k ഉണ്ടാവുമല്ലോ. അപ്പൊ 4x ഇൻറ്റു 1 പ്ലസ് k ആണ് ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്ക്വയറിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് കൂട്ടിയപ്പോൾ 4x ഇൻറ്റു 1 പ്ലസ് k എന്നായി മാറി. ലെങ്ത്തിന് വല്ല മാറ്റവും സംഭവിച്ചോ, ഒരു മാറ്റവും ലെങ്ത്തിന് വരുത്തിയിട്ടില്ല. ബ്രെഡ്ത്താണ് നമ്മൾ കൂട്ടാൻ ശ്രമിച്ചത്. അപ്പം നിങ്ങൾ നോക്കിയേ, ഇനി റേഷ്യോസ് എടുക്കുമ്പോൾ 4x ഇൻറ്റു 1 പ്ലസ് k ഈസ് ടു, അതായത് പുതിയ ബ്രെഡ്ത്താണ് ഇത്. ലെങ്ത് എത്ര തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല, 5x തന്നെ. ഇനി ശ്രദ്ധിക്കുക, ഇനി ഇവിടെ എന്തായിരിക്കും റേഷ്യോ വരിക, നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഒരു റെക്റ്റാങ്കിളിന് നമ്മൾ സ്ക്വയർ ആണ് ആക്കുന്നത്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും അവിടെ ഈക്വൽ ആയിരിക്കുമല്ലോ. ഒരു സ്ക്വയറിനെ സംബന്ധിച്ച് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ, അതായത് ലെങ്ത് 5 ആണെങ്കിൽ ബ്രെഡ്ത്തും 5 ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ റേഷ്യോ എന്തായിരിക്കും, 5:5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 1:1 എന്നായി മാറും. അപ്പൊ ഞാൻ ഇതിന് എന്ത് എഴുതി, 1:1 എന്ന് എഴുതി. ഇനി എന്ത് വരുന്നു നോക്കിയേ, 4x ഇൻറ്റു 1 പ്ലസ് k ഈസ് ടു 5x ഇൻറ്റു 1:1. ഇനി 4x ഇൻറ്റു 1 പ്ലസ് k ഈ ഈസ് ടു മാറ്റിട്ട് ബൈ ആക്കാം അല്ലെ, ബൈ 5x എന്ന് എഴുതി. ഈ 1:1 എന്ന് വെച്ചാൽ 1/1. 1/1 എപ്പോഴും 1-ന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇറ്റ്സെൽഫ്. ഇനി 4x ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എക്സും എക്സും ക്യാൻസൽ ചെയ്യാം അല്ലെ. 4x-ഉം 5x അവിടെ x ക്യാൻസൽ ചെയ്തു. ഇനി അവിടെ എന്താ ബാക്കിയുള്ള ഈ 1 പ്ലസ് k ഞാൻ അവിടെ തന്നെ വെക്കുന്നു. 1 പ്ലസ് k അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അറിയോ, ഈ 4/5 ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ x കട്ട് ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ മാറ്റാം. ഇനി 1 പ്ലസ് k ഇവിടെ വെക്കുന്നു. x കണ്ടെയ്ൻ ചെയ്യുന്ന പോർഷൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ 5x സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 5x 1 ഇൻറ്റു 5x 5x വരും. ഇവിടെ 4x ഇങ്ങനെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇൻറ്റു 4x ആണല്ലോ, അത് ഈക്വൽസ് ആയിട്ട് ഇപ്പുറം വരുമ്പോൾ ബൈ 4x ആയി മാറും. എക്സും എക്സും ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ എന്ത് വന്നു, 5/4 എന്ന് വന്നു. ഇനി 1 പ്ലസ് k ഈക്വൽ ടു 5/4 ആണല്ലോ. therefore k ഈസ് ഈക്വൽ ടു 5/4. ഈ 1 അതിനോട് ആഡ് ചെയ്യുക ചെയ്തത്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും, -1 ആവുമല്ലോ. അപ്പൊ -1 ആക്കി. ഇനി എങ്ങനെ മൈനസ് ചെയ്യും നോക്കിയേ, 5/4. 1-നെ നമുക്ക് വേണമെങ്കിൽ 4/4 എന്ന് എഴുതാം അല്ലെ. കാരണം എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയത്, ഞാൻ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കാൻ അല്ലെങ്കിൽ ഛേദം തുല്യമാക്കാൻ
ഛേദം 4 ആക്കാൻ വേണ്ടിയിട്ടാണ് 4/4 എന്ന് എഴുതിയത്. ഇപ്പൊ നോക്കിയേ, 5/4 കുറക്കണം 4/4. ഛേദം ഒരുപോലെ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് അതേ ഛേദം ഇട്ടാൽ മതിയല്ലോ. അപ്പൊ 5ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പൊ അതേ ഛേദം ഇടുമ്പോ 1/4. അപ്പൊ കെയുടെ വാല്യൂ എത്രയാ? 1/4. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താ? കെ 1/4 എന്ന് വെച്ചാൽ, അതായത് വീതിയുടെ എന്ത് ചെയ്യണം? 4/1 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഈ വീതിയോട് കൂട്ടിച്ചേർക്കേണ്ടത്. ഓക്കെ, 4x ആണ് വീതിയെങ്കിൽ വീതിയുടെ 4/1 കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ അത് എന്തിന് തുല്യമാവുള്ളൂ? 5xന് തുല്യമാവുള്ളൂ. അപ്പോഴേ അതൊരു സ്ക്വയർ ആയി മാറുള്ളൂ. ഓക്കെ, അപ്പൊ കൂട്ടിച്ചേർക്കേണ്ട ഭാഗം എത്രയെന്നല്ല നമ്മുടെ ചോദ്യം. ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ബി ദ ഷോർട്ടർ സൈഡ് ബി ഇൻക്രീസ്ഡ്? അപ്പൊ എത്രയാണ് ആഡ് ചെയ്യേണ്ട ഭാഗം? എത്ര കൂട്ടണം? അതായത് ബ്രെഡ്ത്തിന്റെ 1/4 നമ്മൾ കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ എന്താകുള്ളൂ? അതൊരു സ്ക്വയർ ആയി മാറുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക, എന്നിട്ട് കാണാതെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. നോക്ക്, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണല്ലോ. ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ദ ലോങ്ങർ സൈഡ് ബി ഡിക്രീസ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ? അതായത് ലെങ്ത് എത്ര കുറച്ചാലാണ് അതൊരു സ്ക്വയർ ആവുക? അതായത് ലെങ്ത് നമ്മൾ നേരത്തെ എടുത്തത് 5x എന്നായിരുന്നല്ലോ. അപ്പൊ ഈ ലെങ്ത്തിന്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണം അല്ലെ? ഇത്രയും ഭാഗം കട്ട് ചെയ്തെങ്കിൽ മാത്രല്ലേ അത് 4xനോട് ഈക്വൽ ആവുള്ളൂ. അപ്പോഴല്ലേ അതൊരു സ്ക്വയർ ആവുള്ളൂ. അതായത് ലെങ്ത് കുറക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലെങ്ത് എന്തായി മാറണം? ഈ ബ്രെഡ്ത്തിന് ഈക്വൽ ആവണം. 5x എന്നുള്ളത് 4x ആവണം. എന്നാൽ മാത്രമേ അതൊരു സ്ക്വയറിന് ആവുള്ളൂ. അപ്പം 5xന്റെ എത്ര പോർഷൻ ആണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്? നേരത്തെ എടുത്ത പോലെ തന്നെ 5xന്റെ k പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 5xൽ നിന്ന് മൈനസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്രെഡ്ത്ത് 4x, ലെങ്ത് 5x ആണ്. അപ്പോൾ അതായത് k portion of 5x is equal to k 5x എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, the length decreased, കുറയ്ക്കേണ്ട ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5xൽ നിന്ന് k പോർഷൻ ഓഫ് 5x ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? k പോർഷൻ ഓഫ് 5x സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസിന്റെ ബോത്ത് സൈഡും 5x ഇസ് കോമൺ അല്ലെ? 5x മൈനസിന്റെ രണ്ട് സൈഡിലും പൊതുവായിട്ടുള്ളതാണ്. 5xനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും നോക്കിയേ? 5x എവിടെ ഉണ്ട്? 5x പോയി കഴിഞ്ഞാൽ അവിടെ 0 ആവോ? ഇല്ല. അവിടെ എന്താ ഉണ്ടാവുക? 1 ആ ഉണ്ടാവുക. മൈനസ്, ചിലർക്ക് പിന്നെയും സംശയം ഉണ്ടാവും അതെന്തുകൊണ്ട് 0 ആവുന്നില്ല. ആക്ച്വലി മക്കളെ 1 × 5x ആണ് 5x. അപ്പൊ 5x പോയി കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? 1 ഉണ്ടാകും. ഇനി k പുറത്ത് പോയി കഴിഞ്ഞാൽ 5x പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരുണ്ട്? ഒരു k ഉണ്ടല്ലോ. അപ്പൊ 5x × 1 - k ആണ്. 1 - k ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ കുറയ്ക്കേണ്ട ലെങ്ത്. ഓക്കെ, അതായത് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ലെങ്ത് 5x × 1 - k. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പിന്നെ സ്ക്വയറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:1 ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എടുത്തു 4x is to 5x × 1 - k. ഇപ്പൊ പുതിയ ലെങ്ത് ഇതാണേ. പഴയ ബ്രെഡ്ത്തിന് ഒരു മാറ്റവും, ബ്രെഡ്ത്തിനെ നമ്മൾ തൊട്ടിട്ടേ ഇല്ല. ബ്രെഡ്ത്തിലേക്ക് നമ്മൾ ലെങ്ത്തിനെ കുറച്ചു. അപ്പൊ അത് നമ്മളെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:1 ആയിരിക്കുമല്ലോ. ഇനി 4x ഈ ഈസ് ടു മാറ്റി നമുക്ക് അതിനെ ബൈ ആക്കാം അല്ലെ? 4x / 5x × 1 - k ഈക്വൽസ് 1:1 എന്ന് വെച്ചാൽ 1 തന്നെ അല്ലെ? 1/1. 1/1 is equal to 1 itself. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ ബൈന്റെ അടിയിൽ വരുന്ന എല്ലാ ടേംസിനും ഈക്വൽസ് അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ നോക്കുന്നു. അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോകണ്ട, 1 - k മാത്രം കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ 4x / 5x അവിടെ വെച്ചിട്ട് ആരെ മാത്രമേ കൊണ്ടുപോകുന്നത്? ബൈ 1 - k അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 1 × 1 - k എന്നല്ലേ വരിക. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്ന നോക്കുക. എക്സും എക്സും ക്യാൻസൽ ചെയ്തു. അപ്പൊ 4/5 എന്ന് വരും. ദാറ്റ് ഈക്വൽസ് 1ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. അപ്പൊ 1 × 1 - k എന്താ വരിക? 1 - k തന്നെയല്ലേ വരിക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അതായത്
ഒരു കാര്യം ചെയ്യാം, ഈ 1 മൈനസ് കെയിൽ നിന്ന്, അതായത് മൈനസ് കെനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് കെ ആവൂലേ? അതായത് ആ മൈനസ് സൈന് മാറ്റാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുറക്കണം കെ എന്നുള്ളത് സമത്തിന് ഇപ്പുറം വരുമ്പോൾ അത് കൂട്ടണം കെ എന്നായി മാറും. അതായത് 4/5 കൂട്ടണം കെ സമം 1 വരുമല്ലോ. ഇനി കെയെ മാത്രം ഇവിടെ വെക്കുന്നു. അപ്പൊ ഈ 4/5നെ അങ്ങോട്ട് പോകണല്ലോ. 4/5നെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും? -4/5 ആവുമല്ലോ. അതായത് ഇതോടുകൂടി കൂട്ടുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി മാറും അല്ലെ, കുറക്കണം എന്നാകും. 1 - 4/5, 1ൽ നിന്ന് 4/5 കുറക്കണം. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇതാ 1 കുറക്കണം 4/5, നിങ്ങൾക്ക് 1നെ എന്താക്കി മാറ്റാം? 5/5 ആക്കുന്നു. എന്തുകൊണ്ടാ? ചിലർക്ക് തോന്നുന്നു എന്തുകൊണ്ട് നേരത്തെ 4/4 ആക്കി, ഇവിടെ എന്തുകൊണ്ടായിക്കൂടാ? കാരണം എന്താ, ഇവിടെ ഛേദം തുല്യമാക്കിയിട്ട് മാത്രമേ നമുക്ക് തുല്യമാണെങ്കിലേ കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഛേദം തുല്യമാകാനാണ് ഇതിനെ 1ന് 5/5. 5/5 ഏതിന് തുല്യമാണ്? 1ന് തുല്യമല്ലേ? അപ്പൊ 1നെ ഞാൻ എന്ത് ചെയ്തു? 5/5 എന്നാക്കി -4/5 എന്ന് എഴുതി. അതായത് ഈ 4/5 അതുപോലെ തന്നെ എഴുതി. 1നെയാണ് 5/5 എന്ന് എഴുതിയത്. 5/5ൽ നിന്ന് 4/5 കുറക്കുക. അത്രയോ ഛേദം തുല്യമാണ്. അപ്പൊ അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് അതേ ഛേദം എഴുതണം. 5ൽ നിന്ന് 4 കുറച്ച അത്ര 1/5. അപ്പം 5ൽ 1 ആണല്ലോ ഇവിടെ കിട്ടിയത്. അതായത് k = 1/5 എന്ന് വെച്ചാൽ 5ൽ 1 ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലെങ്ത് കുറയ്ക്കേണ്ടതുണ്ട്. ലെങ്ത്തിന്റെ 5ൽ 1 ഭാഗം കുറച്ചാൽ മാത്രമേ അത് ആർക്ക് തുല്യമാവുള്ളൂ? ബ്രെഡ്ത്തിന് തുല്യമാവുള്ളൂ. അപ്പോൾ മാത്രമേ അതൊരു സ്ക്വയർ ആയി മാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ റേഷ്യോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് 1:1 എങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഒരു സ്ക്വയറിനെ സംബന്ധിച്ച് എപ്പോഴും ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കും. ബിക്കോസ് സ്ക്വയറിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് 1:1 എന്ന റേഷ്യോ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഒരു സ്ട്രക്ക് ആവുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുമായിരിക്കും. 1:1 എങ്ങനെ വരുന്നു എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കുക. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്.